കോഴിക്കോട് പെരുവയൽ കൊണാറമ്പിൽ യുവാവ് വെള്ളക്കെട്ടിൽ വീണു. കൊണാറമ്പ് സ്വദേശി സുഹൈലാണ് ഇന്നലെ വയലിലെ വെള്ളക്കെട്ടിൽ വീണത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ നില ഗുരുതരമായിട്ട് തുടരുകയാണ്. വീടിന് സമീപത്തുള്ള റോഡിൽ വെള്ളം കയറിയത് കാണാനെത്തിയപ്പോഴായിരുന്നു അപകടം. ബെൻസൺ ബാബു ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബെൻസൺ, എങ്ങനെയാണ് ഈ അപകടം സംഭവിക്കുന്നത്? ഇപ്പോൾ യുവാവിന്റെ അവസ്ഥ എന്താണ്? ഗൗതം, ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയായിരുന്നു ഈ ഒരു അപകടം സംഭവിക്കുന്നത്. കോഴിക്കോട് മാവൂരിന് സമീപമുള്ള പെരുവയൽ, അവിടെ കൊണാറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത്. കൊണാറമ്പ് സ്വദേശിയായിട്ടുള്ള സുഹൈലാണ് വെള്ളക്കെട്ടിൽ വീണ് ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. രാത്രി 10 മണിയോട് കൂടി തന്നെ ആ പ്രദേശത്ത് അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു. അപ്പോൾ അവിടെ കൊണാറമ്പ് വയലിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സുഹൈലും സുഹൃത്തുക്കളും ചേർന്ന് ഈ വെള്ളക്കെട്ട് കാണാനായി അവിടെ ചെല്ലുമ്പോൾ സുഹൈല് കാൽ വഴുതി വെള്ളത്തിൽ വീഴുകയായിരുന്നു. അപ്പോൾ ഉടൻ തന്നെ ആ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളെല്ലാവരും തന്നെ ഈ വെള്ളക്കെട്ടിൽ ഇറങ്ങി തിരച്ചിൽ നടത്തിയെങ്കിൽ ആളെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ആ വീണ സ്ഥലത്തിന് നേരെ എതിർവശത്ത് നിന്നുമാണ് സുഹൈലിനെ കണ്ടെത്തുന്നത്. ഏറെ നേരത്തെ തിരച്ചിലിന് ശേഷമായിരുന്നു സുഹൈലിനെ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു. നിലവിൽ എന്തായാലും ഈ യുവാവിന്റെ അവസ്ഥ അതീവ ഗുരുതരമായി തുടരുകയാണ് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വലിയ മഴ പെയ്യുന്ന സമയമാണ്. വെള്ളക്കെട്ടുകൾ പലയിടത്തും രൂപപ്പെടും. അപ്പോൾ ഈ സുഹൃത്തുക്കളോടൊപ്പവും കുട്ടികളോടൊപ്പവും ഒക്കെ ഇങ്ങനെ ഇത് കാണാനായി പല സ്ഥലത്തും ചെന്ന് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു വിളിച്ചു വരുത്തി വെക്കുന്ന അപകടം എന്നേ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ജാഗ്രത ആളുകൾ എല്ലാവരും പുലർത്തേണ്ടതുണ്ട്. ഗൗതം, ബെൻസനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. എന്തായാലും ബെൻസൺ സൂചിപ്പിച്ച പോലെ മഴക്കാലമാണ്, നിർദ്ദേശങ്ങളുണ്ട്, ജാഗ്രതാ നിർദ്ദേശം പാലിക്കേണ്ടതുണ്ട്. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അതിനിടയിൽ ഇത്തരത്തിൽ കാഴ്ച കാണാൻ പോയി സ്വയം അപകടങ്ങൾ വരുത്തി വെക്കുന്നത് ഒട്ടും യോജിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. ജനങ്ങൾ കൃത്യമായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ട ആവശ്യകത കൂടി കണക്കിലെടുക്കണമെന്നാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്.